ഈ മാവോയിസം എന്ന് പറയുന്നത് അത് അപകടകരമായിട്ടുള്ളൊരു തത്വശാസ്ത്രം പിന്തുടരുന്നവരാണ്. ഈ മാവോയിസ്റ്റുകൾ നമ്മുടെ സമൂഹത്തിൽ 2004 ശേഷമാണല്ലോ പ്രത്യക്ഷപ്പെടുന്നത്. 1967 നക്സലൈറ്റ് പ്രസ്ഥാനം, വേണുവിനെ പോലെയുള്ള ആളുകളൊക്കെ സജീവമായിരുന്ന ആ നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു ഉപയോഗശൂന്യമായിട്ടൊരു അവശിഷ്ടമാണ് മാവോയിസ്റ്റുകൾ. ഇന്ത്യയിലെ മതതീവ്രവാദ ശക്തികളും ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള മതതീവ്രവാദ ശക്തികളും മാവോയിസ്റ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആ പോയിന്റിലേക്ക് പോയാൽ ശ്രീ സി ദാവൂദ്, ഇസ്ലാമിസ്റ്റുകളാണ് മാവോയിസ്റ്റുകൾക്ക് സംരക്ഷണവും വേദിയും ഒരുക്കുന്നത് എന്നാണ് ഇവിടെ CPIM അടക്കമുള്ള മുഖ്യധാര ഇടതുപക്ഷം ആരോപിക്കുന്നത്. മാവോയിസ്റ്റുകൾ ആരും ഇല്ലാതെയാണ് നമ്മൾ അവരെക്കുറിച്ചും അവരും ഇസ്ലാമിസ്റ്റുകളും തമ്മിലുള്ള ബന്ധം. ഇപ്പോൾ ഇസ്ലാമിസ്റ്റുകളുടെ സംരക്ഷണം കിട്ടുന്നുണ്ടോ എന്നാണ് അഭിലാഷ് ചോദിക്കുന്നത്. ഇസ്ലാമിസ്റ്റുകൾക്ക് അവരെ തന്നെ സംരക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മാവോയിസ്റ്റുകളെ എന്തായാലും സംരക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനം. എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ഗോഡ് ബട്ട് ഗോഡ്. ദൈവമില്ലാതെ ഒരു ദൈവവുമില്ല. മാവോയും ദൈവമല്ല, മാർക്സും ദൈവമല്ല, മുഹമ്മദും ദൈവമല്ല, പിണറായി വിജയനും ദൈവമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന സിദ്ധാന്തം. പക്ഷേ ഇത് ഒരിക്കലും മാവോയിസ്റ്റുകൾക്കും മാർക്സിസ്റ്റുകൾക്കും അംഗീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ സൈദ്ധാന്തികമായിട്ട് അല്ലെങ്കിൽ ആശയപരമായിട്ട് ഒരു നിലക്കും ഒത്തുപോകാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അല്ല അത് ഞാനതിലേക്ക് വരികയാണ്. ഇതിൻ്റെ നമ്മളൊരു ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇതാണല്ലോ. ആക്ച്വലി ഈ ചർച്ച ഇപ്പോൾ അഭിലാഷ് തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഈ ചർച്ച ഉണ്ടായി വരാൻ ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ കോഴിക്കോട്ട് 2 ചെറുപ്പക്കാർ CPM മെമ്പർമാരായിട്ടുള്ള 2 ചെറുപ്പക്കാർ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. UAPA ചുമത്തപ്പെടുന്നു. അവർക്കെതിരെ മാവോയിസ്റ്റ് ബന്ധം ആരോപിക്കപ്പെടുന്നു. അപ്പോഴാണ് ഈ സാധനം വരുന്നത്. അതൊന്ന് നോക്കൂ, കേരളത്തിൽ ഇതിനു മുമ്പും ഈ ചെറുപ്പക്കാർ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പും മാവോയിസ്റ്റുകളുമായി ബന്ധപ്പെട്ട സംവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും വരാത്ത ഒരു കാര്യം പുതുതായിട്ട് സർഫേസ് ചെയ്യാണ്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അറസ്റ്റിലായ 2 ചെറുപ്പക്കാർക്കും മുസ്ലിം പേരാണ് ഉള്ളത്. അപ്പോൾ മുസ്ലിം പേരുള്ള 2 ചെറുപ്പക്കാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവർ CPIM മെമ്പർമാരാണ്. അപ്പോൾ CPIM എപ്പോഴെല്ലാം പ്രതിസന്ധികൾ പെടുന്നുണ്ടോ അപ്പോഴെല്ലാം ഇസ്ലാമോഫോബിയ എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളത് CPIMൻ്റെ കേരളത്തിലെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ് 2 ചെറുപ്പക്കാർ, മുസ്ലിം പേരുള്ള 2 ചെറുപ്പക്കാർ, CPIM അംഗങ്ങളായിട്ടുള്ള 2 ചെറുപ്പക്കാർ അറസ്റ്റിലായപ്പം വളരെ പെട്ടെന്ന് അത് ഒരു ഇസ്ലാമിസ്റ്റ് ആംഗിൾ അതിലേക്ക് കൊണ്ടുവരുന്നത്. ഇതാണ് കാര്യം. ലളിതമായി പറഞ്ഞാൽ, ഇപ്പോൾ TP ചന്ദ്രശേഖരനെ വധിക്കുക എന്ന് പറയുന്ന ഒരു വിപ്ലവ പ്രവർത്തനം, പക്ഷെ അത് കേരളത്തിൽ വേണ്ടത്ര ചിലവാകില്ല അല്ലെങ്കിൽ പ്രശ്നമാകും എന്നാലോചിക്കുമ്പോഴാണ് അവിടെ ഒരു മാഷാ അല്ലാ ഒട്ടിച്ചു വെക്കാം എന്നാലോചിക്കുന്നത്. അപ്പോൾ ചന്ദ്രശേഖരനെ കൊല്ലുമ്പോൾ മാഷാ അല്ലാ ഒട്ടിച്ചു വെച്ച യുക്തി എന്താണോ അതേ യുക്തിയാണ് കോമ്രേഡ് മോഹനൻ മാഷ് ഈ ചെറുപ്പക്കാരുടെ അറസ്റ്റിനെ തുടർന്ന് ഇസ്ലാമിസ്റ്റ് ബന്ധം ഉന്നയിച്ചിട്ടുള്ളത്. ശരി, ഈ CPMന് ഇസ്ലാമോഫോബിയ ഉണ്ട് എന്നാണ്. CPIM രാജ്യത്തുടനീളമുള്ള എല്ലാ മതവിശ്വാസികളും അടക്കമുള്ള ബഹുജന പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കുന്ന ഇന്ത്യയിലെ ബഹുജന വിപ്ലവ പാർട്ടിയാണ്. അതിന് ഏതെങ്കിലും ഒരു മതത്തോട് സ്പർദ്ധയുണ്ട് എന്ന് പറയുന്നത് തങ്ങളുടെ മതഭ്രാന്ത് മറച്ചു വെക്കാനുള്ള ഒരു പ്രചരണം മാത്രമാണ്. ഇവർ മതഭ്രാന്തന്മാരാണല്ലോ. RSSൻ്റെ മറുപതിപ്പാണല്ലോ ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അപ്പോൾ മൂടുപട ഉണ്ടാക്കുക, യഥാർത്ഥ മുഖം മറച്ചു വെക്കുക, മൂടുപട സംഘടനകൾ, ഇതുപോലെ തന്നെ ലീഗൽ ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻസ്, നിയമപരമായിട്ടുള്ള ജനാധിപത്യ സംഘടനകൾ ഉണ്ടാക്കുക. അങ്ങനെ പല സംഘടനകളും ഇന്ത്യൻ മാവോയിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി, അതിൻ്റെ ഭാഗമാണ് പോപ്പുലർ ഫ്രണ്ട്. ഞാനിവിടെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവിനെ വെല്ലുവിളിക്കുകയാണ്, നിങ്ങളതിൽ പങ്കെടുത്തിട്ടുണ്ടോ? യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ്, അത് പറഞ്ഞാൽ മതി. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയെ അംഗീകരിക്കാതെ ഭരണകൂടത്തിനെതിരായിട്ട്
ഭീകരപ്രവർത്തനം നടത്തുന്ന ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും. ഈ രണ്ട് ശക്തികളും ഇന്ത്യൻ മാവോയിസ്റ്റുകളുടെ കവർ ഓർഗനൈസേഷന്റെ ഭാഗമാണ് എന്ന് ഞാൻ ആരോപിക്കുക. അതിനു പകരം ഭീകരപ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ് ഈ രാജ്യത്തിലെ ഇസ്ലാമിസ്റ്റുകൾ. അതിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധിയോടൊന്ന് താങ്കൾ ചോദിക്കണമെന്നാണ് പറയാൻ. ശരി, താങ്കളോട് ചോദ്യമില്ല, അതിനുള്ള മറുപടി. CRPPയുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നാണ് ജയരാജൻ സഖാവ് എന്നോട് ചോദിച്ച എസ് ഓർ നോ ക്വസ്റ്റ്യൻ. വിളിച്ചിട്ടുണ്ടെങ്കിൽ പങ്കെടുക്കുമായിരുന്നു, എന്നെ വിളിച്ചില്ല എന്നാണ് അതിൻ്റെ മറുപടി. പിന്നെ സഖാവ് ഇത്രയും തമാശ പറയുന്ന ആളാണെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ മാവോയിസ്റ്റുകൾ ഉണ്ടാക്കിയ കവർ ഓർഗനൈസേഷനാണ് ജമാഅത്തെ ഇസ്ലാമി എന്നാണ് പറഞ്ഞത്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ള, ഇനിയെങ്കിലും നിങ്ങൾ മൗദൂദിയെ ചീത്ത പറയുന്നത് നിർത്തണം. കാരണം ജമാഅത്തെ ഇസ്ലാമി മാവോ ഉണ്ടാക്കിയാണല്ലോ. മൗദൂദിയെ ചീത്ത പറയുന്ന കൂടെ നിങ്ങൾ മാവോയെ ചീത്ത പറഞ്ഞിട്ട് കവറിൽ കിടക്കുന്ന പുള്ളിക്കാരനെ രക്ഷപ്പെടുത്തണം എന്നൊരു അപേക്ഷ എനിക്കുള്ളൂ. അപ്പോൾ പിന്നെ എനിക്കിതിൽ വേറൊരു കാര്യവും പറയാനില്ല. ജസ്റ്റ് പിന്നെ ഗണപതിയുടെ ഇൻ്റർവ്യൂ ആണ് ഇപ്പോൾ ജയരാജൻ സഖാവൊക്കെ ഈ വിഷയത്തിൽ നിരന്തരമായി ഗണപതിയുടെ ഇൻ്റർവ്യൂ 2007 അല്ലെങ്കിൽ 2017, ഞാൻ കൃത്യമായി ഓർക്കുന്നത് 2007 വന്നാണ്. 2007 വന്ന ഗണപതിയുടെ ഇൻ്റർവ്യൂ അലനെയും താഹയും പിടിച്ചപ്പോൾ ഇങ്ങനെ പൊങ്ങി വരാൻ എന്താ കാരണം? ഇതാണ് ഞാൻ പറഞ്ഞത്. ആ ഇന്നോവ കാറിൽ ഒട്ടിച്ച മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഉണ്ടല്ലോ, അതേ ലോജിക്കാണ് മോഹനൻ മാഷ് ഇവിടെയും ഇതാക്കിയിരിക്കുന്നത്. അലൻ ഷുഹൈബ്, താഹ ഫസൽ എന്നീ മുസ്ലിം പേരുകളുള്ള 2 CPM മെമ്പർമാർ മാവോയിസ്റ്റ് ബന്ധത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അപ്പോൾ ഓർമ്മ വരേണ്ടതല്ലല്ലോ ഗണപതിയുടെ ലേഖനം, 2007 ഗണപതിയുടെ ലേഖനം. അത് നേരത്തെയും പറയാമല്ലോ. കാര്യം മാവോയിസ്റ്റുകളിലൂടെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. മാവോയിസ്റ്റ് ഇസ്ലാമിസ്റ്റ് ചർച്ച വന്ന ഭയങ്കരമായ ഒരു കാര്യമാണ്. പഴയ മാവോയിസ്റ്റുകളൊക്കെ ഇപ്പോൾ ഇസ്ലാമിസ്റ്റ് സംഘടനകളാണുള്ളത്. ഞാൻ പറയുന്നത് SIOവിൻ്റെ കേരളത്തിലെ 1ാമത്തെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് റോഷർ ഗെരോത്ത് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. ഈ റോഷർ ഗെരോത്ത് ആരാ? ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്നു. നമ്മളുടെ ദാമോദരൻ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായ ദാമോദരൻ മാർക്സിസ്റ്റ് സൗന്ദര്യശാസ്ത്ര ദർശനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ലേഖനം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ റോഷർ ഗെരോത്ത് ആണ് പിന്നെ SIOവിൻ്റെ സംസ്ഥാന സമ്മേളനം, കേരള സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. കാര്യം അദ്ദേഹം അവിടുത്തെ ഈ ജയരാജൻ സഖാവ് പറയണ മാതിരിയുള്ള മുഖ്യധാര ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ പാർലമെൻ്ററി ലെഫ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു കുറഞ്ഞ കാലം ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആളായിരുന്നു. ഇങ്ങനെ ഒരുപാട് കേരളത്തിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ റാങ്ക് ആൻഡ് ഫയൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലീഡർഷിപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർമാരായിട്ടുള്ള, അതിൽ അംഗങ്ങളായിട്ടുള്ള, അതിൽ ഉത്തരവാദിത്ത സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ കാണാൻ സാധിക്കും. അപ്പോൾ പഴയ മാവോയിസ്റ്റുകൾ ഇസ്ലാമിസ്റ്റുകളായിട്ടുണ്ടെങ്കിൽ പഴയ കമ്മ്യൂണിസ്റ്റുകൾ ഇസ്ലാമിസ്റ്റുകളായിട്ടുണ്ട്, പഴയ അംബേദ്കറേറ്റുകൾ ഇസ്ലാമിസ്റ്റുകളായിട്ട്, ഇതൊക്കെ നമ്മൾ ഒരു ജനാധിപത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഇവിടെ നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ശ്രീ ദാവൂദ് സാമർഥ്യപൂർവ്വം ഒഴിഞ്ഞു മാറി. ഞാനതിൽ പങ്കെടുത്തിട്ടില്ല എന്നാ. ഇദ്ദേഹം പങ്കെടുത്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമാണ് മാധ്യമം. ആ മാധ്യമത്തിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ VM ഇബ്രാഹിം, ആ പേര് ഞാൻ പറയുന്നു, ഞാൻ വെല്ലുവിളിക്കുകയാണ്, പങ്കെടുത്തിട്ടില്ല എന്ന് പറയട്ടെ. 2, പോപ്പുലർ ഫ്രണ്ടിൻ്റെ മലയാളത്തിലുള്ള മുഖപത്രമാണ് തേജസ്. ആ തേജസിൻ്റെ എഡിറ്റർ പ്രൊഫസർ കോയ അവിടെ പങ്കെടുത്തിട്ടുണ്ട്. പോരാട്ടം രാവുണ്ണി അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ തീവ്രവാദ ശക്തികൾക്ക് ഒരു മറയായിട്ടാണ് ഈ CRPP എന്ന് പറയുന്ന സംഘടന പ്രവർത്തിക്കുന്നത്. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധിയായിട്ടുള്ള ദാവൂദ് നിഷേധിക്കാൻ ഞാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ്. ന്യായവിരുദ്ധമായിട്ട് ജയിലിലടക്കപ്പെട്ട മുസ്ലിം യുവാക്കളുടെ പ്രശ്നം അന്നത്തെ രാഷ്ട്രപതിയായിട്ടുള്ള പ്രണബ് മുഖർജിയുടെ മുന്നിൽ എത്തിച്ചത് CPMൻ്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് പ്രകാശ് കാരാട്ടാണ്. അപ്പം ഞങ്ങൾക്ക് ഇസ്ലാമോഫോബിയ ഉണ്ടാകുന്നതാണ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം. ഇവിടെ രാജ്യത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം തീർച്ചയായിട്ടും CPIM ശക്തമായിട്ട് ഏറ്റെടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന്. ശരി, അതാണ് CPM. അപ്പോൾ കേരളത്തിലെ CPM ഇസ്ലാമോഫോബിയ ഉള്ള പ്രസ്ഥാനമാണ് എന്ന് കുറ്റപ്പെടുന്നതിൽ എന്താണ് അർത്ഥം? ഈ മാവോയിസ്റ്റ് അനുകൂല വ്യാഖ്യാനങ്ങൾക്ക് ദൃശ്യത വരുന്നത് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള
സംഘടനകളുടെ മുഖപത്രങ്ങളിൽ നിന്നും പ്രസിദ്ധീകരണങ്ങളിൽ നിന്നുമാണോ? ഞാൻ അതിലേക്ക് വരാം. എന്നോട് വീണ്ടും അദ്ദേഹം ഒരു വെല്ലുവിളി ഉന്നയിച്ചിട്ടുണ്ട്. CRPPയുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല എന്ന് പറയാൻ പറ്റുമോ എന്ന് ഞാൻ വെല്ലുവിളിക്കുന്നു പറഞ്ഞത്. ഞാൻ പങ്കെടുത്തില്ല. ഞാൻ അപ്പം തന്നെ പറഞ്ഞു, എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ പങ്കെടുക്കുമായിരുന്നു. ഈ CRPP എന്ന് പറഞ്ഞാൽ എന്തോ ഒരു തസ്കര സംഘമാണ്, അല്ലെങ്കിൽ മറ്റേ ആ ഇന്നോവ കാറിൽ പോകുന്ന സംഘമാണെന്ന് അഭിപ്രായം എനിക്കില്ല. കാര്യം പിന്നെ അത് കമ്മിറ്റി ഫോർ ദ റിലീസ് ഓഫ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സാണ്. ഞാനിപ്പോൾ അത് ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള SAR ഗിലാനിയാണ് അതിൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഫോമിൽ SAR ഗിലാനി എന്ന് പറഞ്ഞാൽ ആരാ? SAR ഗിലാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. ദെൻ ഈ ദേവീന്ദ്ര സിംഗ് കൂടി ഉണ്ടാക്കിയ പാർലമെൻറ്റ് ആക്രമണ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. പിന്നെ ഡൽഹിയിലെ അഭിഭാഷകരെ കൂടി കമ്മിറ്റി ഉണ്ടാക്കി ഫൈറ്റ് ചെയ്ത് അദ്ദേഹത്തെ അവസാനം വധശിക്ഷ വിധിക്കപ്പെട്ട ആൾ പ്രതിയെ അല്ലാതെ പുറത്തു വന്നു. അദ്ദേഹം പുറത്തു വന്നതിന് ശേഷം ഉണ്ടാക്കിയ സംഘടനയാണ് CRPP. അതിലെങ്ങാൻ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ 1000 വട്ടം പോകുമായിരുന്നു. എന്നെ വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല. അപ്പോൾ അത് ഞാൻ പറയുന്നു, ജയരാജൻ സഖാവ് അത് വെച്ചിട്ട് അത് ഒരു ഭീകര സംഘമാണ്, എന്തോ ഒരു കിർമാനി മനോജൊക്കെ പോലെയുള്ള ഒരു കൂട്ടരാണ് എന്ന മട്ടിൽ അതിനെടുക്കരുത്. അതൊരു വെല്ലുവിളിയായിട്ട് എനിക്കതൊരു വെല്ലുവിളിയായിട്ട് തോന്നുന്നേയില്ല. അത് പൊളിറ്റിക്കൽ പ്രിസണേഴ്സിൻ്റെ റിലീസിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയും പേരും ഭാരവാഹികളും മിനിറ്റ്സിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. പങ്കെടുത്ത ഒരു UG സംഘടനയ്ക്ക് മിനിറ്റ്സ് ഉണ്ടാവുമോ? ഇത് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പൊളിറ്റിക്കൽ പ്രിസണറുടെ റിലീസിന് വേണ്ടി സംഘടനയാണ്. അത് ഏത് ചെകുത്താന്മാർ അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കിയാലും ഞങ്ങളുമായിട്ട് സഹകരിക്കും. കാരണം അത് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ ജനാധിപത്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട മനുഷ്യരാണ്. അവരുടെ റിലീസിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് വെല്ലുവിളി ഉയർത്തരുത്. ഞാൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇത് മാഷാ അല്ലാ തന്നെയാണ്. ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ മാഷാ അല്ലാ സ്റ്റിക്കറിന് മുമ്പ് സമാനമായിട്ടുണ്ടായൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1987 അല്ലെങ്കിൽ 88, സോറി, അതിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇവിടെ നടന്ന താനൂരിൽ ഒരു ബോംബ് സ്ഫോടനത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ RSS പ്രചാരകനായിരുന്ന ശ്രീകാന്ത് എന്ന് പറഞ്ഞ ഒരാൾ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ പുള്ളിക്കാരൻ പ്രചാരകനായിട്ട് ഈ മലപ്പുറം തീരദേശ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്ന കക്ഷിയാണ്. അപ്പോൾ അത് പോലീസ് അന്വേഷിച്ചപ്പം ബോംബ് ഉണ്ടാക്കുമ്പോഴാണ് കൊല്ലപ്പെട്ടത്. അങ്ങേരുടെ അവിടെയുള്ള ഒരു RSSകാരൻ്റെ വീട്ടിൽ ബോംബ് ഉണ്ടാക്കുമ്പോഴാണ് കൊല്ലപ്പെട്ടത്. അന്വേഷണത്തിനിടയിലാണ് മനസ്സിലാവുന്നത് തൊട്ടടുത്ത ആഴ്ച നടക്കാനിരിക്കുന്ന ശ്രീകൃഷ്ണ ജയന്തിയിലേക്ക് എറിയാൻ വേണ്ടി ഉണ്ടാക്കിയ ബോംബായിരുന്നു അതെന്ന്. ഒന്ന് നോക്കൂ, ഈ ചെറിയ പിള്ളേർ പങ്കെടുക്കുന്ന ശ്രീകൃഷ്ണ ജയന്തിയിലേക്ക് എറിയാൻ വേണ്ടിയിട്ട് RSSകാരൻ തന്നെ ബോംബ് ഉണ്ടാക്കുകയാണ്. അത് പൊട്ടിത്തെറിക്കുന്നു, അയാൾ കാലിയാവുന്നു. അന്ന് മലപ്പുറം SP ആയിരുന്ന ഉണ്ണിരാജ നടത്തിയൊരു പ്രസ്താവനയുണ്ട്, മലപ്പുറം ജില്ലയെ ദൈവം രക്ഷിച്ചു. അപ്പോൾ അന്ന് ശ്രീകാന്ത് നടത്തിയ ശ്രമം പരാജയപ്പെട്ടു പോയി. ആ ശ്രമമാണ് ഇദ്ദേഹത്തെ കൊല്ലുമ്പോൾ, TP ചന്ദ്രശേഖരനെ കൊല്ലുമ്പോൾ ഇവിടെ സഖാക്കൾ അല്ല, ഞാൻ ആ സംഭവങ്ങളാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു സാധ്യതയാണ്. ഈ ഒരു മാഷാ അല്ലാ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ നിലക്ക്, കാരണം മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ഒരു വിക്ടിമൈസ്ഡ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ ഹൈലി വൾണറബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഒരു സ്റ്റിക്കറാണ്ട് ഒട്ടിച്ച് വെച്ചാൽ അങ്ങോട്ട് പോയിക്കോളും. അതാണ് അതിലെ ലോജിക്. അതേ ലോജിക്കാണ് അലൻ്റെയും താഹയുടെയും കാര്യം, മാവോയിസ്റ്റുകളുടെ കാര്യത്തിൽ. ഈ വിഷയത്തിൽ മാഷാ അല്ലാ വിഷയത്തിൽ നല്ല അതുമായി ബന്ധപ്പെട്ട് നല്ല നമുക്കറിയാം, മോഹൻ മാഷ് അതൊക്കെ ആയിട്ടുള്ള ഇടപാടുകളൊക്കെ നമുക്കറിയാം. നല്ല പ്രാഗൽഭ്യമുള്ള മോഹൻ മാഷ് അതേ തന്ത്രം ശ്രീകാന്ത് അവിടെ ഉയർത്തിയ, ഇപ്പോൾ ഒഞ്ചിയത്ത് കിർമാനി സഖാക്കൾ ഉയർത്തിയ അതേ തന്ത്രമാണ് ഈ വിഷയത്തിൽ മോഹന സഖാവ് ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അത് തന്നെ പറഞ്ഞു, അതിന് ഭയങ്കര സൈദ്ധാന്തിക ചർച്ചയാക്കിയിട്ട് വലിയ സംഭവമായിട്ട് കാണാൻ ഞാൻ വിചാരിക്കുന്നില്ല. ലളിതമായി പറഞ്ഞാൽ ഇതാണ് സംഭവം, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാവോയിസ്റ്റുകളെന്നല്ല, ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ ധാരകളും, അത് അംബേദ്കറേറ്റുകളുമായിട്ടുണ്ട്, ഗാന്ധിയന്മാരുമായിട്ടുണ്ട്, ഫെമിനിസ്റ്റുകളുമായിട്ടുണ്ട്, മാർക്സിസ്റ്റുകളുമായിട്ടുണ്ട്, ഫാർ ലെഫ്റ്റുമായിട്ടുണ്ട്, സോഷ്യൽ ഡെമോക്രാറ്റുകളുമായിട്ടുണ്ട്, ഇങ്ങനെ ദ്രാവിഡ പാർട്ടികളുമായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഒരു ജനാധിപത്യ സംസ്കാരത്തിനകത്ത് ആരെല്ലാം എൻഗേജ് ചെയ്യുന്നു അവരോടെല്ലാം എൻഗേജ് ചെയ്യുക.
എന്നുള്ളതാണ് ഇസ്ലാമിസ്റ്റുകളുടെ ലൈൻ. ശരി, പെട്ടെന്ന്. എന്നുവെച്ചാൽ ഇസ്ലാമോഫോബിയ എന്ന ഇത് വിമർശനം ജയറാൻ സാർ പറഞ്ഞ ഒരു വിഷയം, പിന്നെ ഞങ്ങൾ അവിടെ സംരക്ഷിച്ചില്ല ഇവിടെ സംരക്ഷിച്ചില്ല എന്നൊക്കെ. ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഈ സംരക്ഷണം ഔട്ട്സോഴ്സ് ചെയ്ത ഒരു കമ്മ്യൂണിറ്റി അല്ല മുസ്ലിം കമ്മ്യൂണിറ്റി. ഇത് സംരക്ഷിക്കാനുള്ള അമ്മാവന്മാരായിട്ട് ഞങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മിണ്ടണ്ട എന്നാണ് ഈ പറയുന്നതിൻ്റെ പച്ച മലയാളം. അത് മറികടന്ന ഒരു ജനറേഷനാണ് ഇപ്പോൾ ഉള്ളതെന്നെങ്കിലും മനസ്സിലാവണം. അപ്പോൾ സംരക്ഷണം ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഞങ്ങൾ സംരക്ഷിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ മിണ്ടാൻ പാടില്ല, ഞങ്ങളാണ് നിങ്ങൾ തലശ്ശേരിയിൽ സംരക്ഷിച്ചത്, അവിടെ സംരക്ഷിച്ചത്. അപ്പം ഇത്തരം സംരക്ഷണാമാവന്മാരുടെ സ്ഥാനത്ത് നിന്ന് ദയവ് ചെയ്ത് സംസാരിക്കരുതെന്നാണ് എനിക്ക് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ചർച്ചയെ സംബന്ധിച്ച് കൂടി ഒരു കാര്യം പറയേണ്ടതുണ്ട്. എന്നോട് ഇങ്ങനെ ഒരു സംവാദാത്മകമായിട്ടുള്ള ഒരു കാര്യമാണെന്നും പറഞ്ഞിട്ടില്ല. ഒരു മാവോയിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും തമ്മിലുള്ള ഒരു അത് സംബന്ധിച്ചുള്ള പ്രശ്നം അവതരിപ്പിക്കണമെന്ന് മാത്രമാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ RSSകാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും പങ്കെടുക്കുന്ന ഒരു സംവാദത്തിലും CPMൻ്റെ ആളുകൾ പങ്കെടുക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ തീരുമാനം.